ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജാണ്. ഓക്കെ, നമുക്ക് 3 കാർഡ്സ് എടുത്തു വയ്ക്കാം. എന്നിട്ട് എന്താണ് ആ സന്ദേശം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. സെക്കൻഡ് 5 ഓഫ് വാണ്ട്സ് ആൻഡ് തേർഡ് വന്നിട്ട് എംപ്രസ് കാർഡാണ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഒന്നെങ്കിൽ ഓവറായിട്ട് വിഷമിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഓവറായിട്ട് ദേഷ്യപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനിൽ. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. എന്ത് വന്നാലും അത് കാമായിട്ടും അതുപോലെ തന്നെ ക്ഷമയോടുകൂടി നേരിടാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ എടുത്തു ചാടി ഇമോഷണലി കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളെ തന്നെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ട്സ്. അതായത് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റിനുള്ള അല്ലെങ്കിൽ ചാൻസസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലാകാം. അത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഇതാകണമെന്നില്ല. നമ്മൾ വാക്ക് തർക്കം അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതായത് നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. ഈ ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ്. തേർഡ് നമുക്ക് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് അബൻഡൻസ് അല്ലെങ്കിൽ ക്രിയേഷൻ്റെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ചാലഞ്ചസും ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ പാഷൻ ആയിക്കോട്ടെ, മേ ബി റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്തിലായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട്, യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിജയിക്കാനും കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫൈനൽ കാർഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കർമ്മയുടെ കാർഡ്, അല്ലെങ്കിൽ ഒരു നീതിയുടെ കാർഡൊക്കെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, മേ ബി നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം, അതിനിങ്ങനെ ഡിലേ വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ആ ഒരു കർമ്മ ബാലൻസായി വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയറായി അല്ലെങ്കിൽ സത്യസന്ധമായി ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈമിങ്ങിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ട്രൂത്ത്ഫുള്ളായി ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾ സ്ട്രോങ് ആയി കോൺഫിഡൻറ്റോടു കൂടി മുന്നോട്ട് പോവുക. എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അത് ഒരു ട്രൂത്തായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതായിരുന്നു യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.